ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ടീ കേക്കാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, വളരെ ടേസ്റ്റിയായ ഒരു ടീ കേക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം 2 ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് റവയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 മുട്ടയുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയുടെ പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം ഓയിലായാലും മതി. ഇനി ഇത് നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു പാത്രത്തിൽ ലേശം നെയ്യ് തടവി അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഒരു ചെമ്പട്ടിയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ചെമ്പട്ടിയുടെ അടിയിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ വേണം ചെമ്പട്ടി വെച്ചിട്ട് അതിൽ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക.